ശരിക്കും അശ്രദ്ധ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഈ ഡ്രഗും ഡ്രിങ്ക്സും ഒക്കെ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ബ്രെയിനിലും കയറിയോ? അപ്പൊ എന്തിനും പണ്ടുണ്ടെങ്കിൽ സമരം കാര്യങ്ങളൊക്കെ അല്ലേ ഡോക്ടർമാരും നഴ്സുമാരും എടുക്കുന്നത്. ഗവൺമെന്റ് ഇതിനെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ആ മോണിറ്ററിങ് കൃത്യമായിട്ടാണെന്നില്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ പ്രശ്നമാവും. പലചരക്ക് കടയിൽ വെളിച്ചെണ്ണ വാങ്ങാൻ പോയ കുട്ടിയുടെ കയ്യിൽ മണ്ണെണ്ണ കൊടുത്തു വിടുന്നത് പോലെയാണ് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ കാട്ടിക്കൂട്ടുന്നത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് പോയാൽ തിരിച്ച് ആംബുലൻസിലാകുമോ എത്തുക, അതോ ജീവനോടെ തിരികെ എത്തുമോ എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇത്രയധികം ആരോപണങ്ങൾക്ക് വിധേയായ ഒരു മന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആരോഗ്യ മേഖലയെ കൺട്രോൾ ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ആരോഗ്യമന്ത്രിയെ കേരളത്തിന് വേണോ? അങ്ങനെ ഒരു ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. ജനങ്ങളുടെ ജീവനെടുത്ത് അമ്മാനമാടുന്ന ഒരു സർക്കാരിനെയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ജനങ്ങളിലേക്ക്. ഞാൻ പറയണ ഈ ഡ്രഗും ഡ്രിങ്ക്സും ഒക്കെ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ബ്രെയിനിലും കയറിയോ? ആഫ്റ്റർ ഓൾ നമ്മൾ പറയും സ്റ്റുഡൻസ് പണ്ടങ്ങ, ഞാൻ മഹാരാജ് എക്സ് സ്റ്റുഡൻ്റ് ആണ്. പ്രൊഫസർ പറയും മഹാരാജിൽ പണ്ട് പുറയിൽ പോയി കിടക്കുകയുള്ളൂ കള്ളും കുടിച്ചത്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് മുമ്പിൽ ഇരുന്നിട്ട് അസഭ്യം പറയുക, സാർമാരെ ത്രട്ടൺ ചെയ്യുക, ടീച്ചേഴ്സ് പേടിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം കേരളത്തിൽ വേണോ? അത് നമ്മളും പുതിയ ജനറേഷൻ ചിന്തിക്കട്ടെ, ഇൻക്ലൂഡിങ് യു. നിങ്ങളെപ്പോലെയുള്ളവരും ഇതിനെപ്പറ്റി നന്നായിട്ട് സർവേ നടത്തുക, കുട്ടികളുടെ പ്രോബ്ലം, റിയൽ പ്രോബ്ലം എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. താങ്ക് യു. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എന്താ പറയുക, ആ പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുക, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് ഒക്കെ എഴുതുമ്പോൾ ഫയലിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി നന്നായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പിഴവ് ഉണ്ടാവത്തില്ല. അപ്പം ശരിക്കും അശ്രദ്ധ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടറിൻ്റെ മാത്രമല്ല, അത് ആ സ്റ്റാഫിൻ്റെ അവിടെയുള്ള ഓരോ സ്റ്റാഫിൻ്റെയും പിഴവ് തന്നെയാണത്. ആദ്യം തന്നെ ഡോക്ടറിലേക്ക് അല്ലല്ലോ എത്താൻ, നമ്മൾ നഴ്സുമാർ കൈകാര്യം ചെയ്ത് അവരാണ് ഓരോ ഇത് ചെയ്തിട്ട് OT-യിലേക്ക് എത്തുക. അപ്പോൾ അവിടെ വേണ്ട സ്റ്റാഫുമാർ മിസ്റ്റേക്കും ഉണ്ട്, നഴ്സസിൻ്റെ ഉണ്ട്, എല്ലാവരുടെയും മിസ്റ്റേക്കും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവരെ വിശ്വസിച്ചാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് അതുപോലെ തന്നെ ആദ്യം തൊട്ട് അസസ് ചെയ്യണം. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. പ്രശ്നമാണത്. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആസ് ഇൻ ഗവൺമെൻറ് ഇതിനെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ആ മോണിറ്ററിങ് കൃത്യമായിട്ടാണെന്നില്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാവും. ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ പ്രശ്നമാണത്. പക്ഷേ ഗവൺമെൻറ് ആൻസറബിൾ ആണ്. കാരണം അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണല്ലോ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മറ്റൊന്നും അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഗവൺമെൻറ് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ അത് ഗവൺമെൻറ് വലിയ പ്രശ്നമാവും. അപ്പോൾ അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശോഭമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആരോഗ്യപരമായി മാത്രമല്ല, പൊതുവെ ഗവേണൻസും ഭയങ്കര ശോഭമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ പറയാം, ഡോക്ടേഴ്സിന് ഇപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡോക്ടർ വ്യാജനാണോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടും. അല്ലാതെ ഒരു ഡോക്ടർ ഇന്നടുത്ത് നല്ലതുണ്ടെന്ന് പറയുമ്പോൾ അവിടെ പോകാതിരിക്കുക, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക. അങ്ങനെയുള്ളിടത്ത് പോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും എടുത്താൽ ഇങ്ങനെയുള്ള പാളിച്ചകളുണ്ടാവില്ല. ഇത് പറയാനാണ് തെറ്റാണ്. കാരണം അവര് കറക്റ്റായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടല്ല അങ്ങനത്തെ ഇത് വന്നത്. കറക്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ എന്തിനും പണ്ടുണ്ടെങ്കിൽ സമരം കാര്യങ്ങളൊക്കെ അല്ലേ ഡോക്ടർമാരും നഴ്സുമാരും എടുക്കുന്നത്.